വടക്കുനോക്കി യന്ത്രങ്ങൾ ഭ്രാന്തമായി വട്ടം കറങ്ങുന്ന, റേഡിയോകൾ ശബ്ദിക്കാത്ത, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പ്രവർത്തിക്കാത്ത, കപ്പലുകളും വിമാനങ്ങളുമെല്ലാം ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ അപ്രത്യക്ഷമാവുന്ന ദുരൂഹമായ ഒരിടം. നിഗൂഢതയുടെ മറ്റൊരു പേര് ബർമുഡ ട്രയാങ്കിൾ. ബർമുഡ ദ്വീപുകളെയും അമേരിക്കയിലെ ഫ്ലോറിഡയുടെ തെക്കൻ തീരത്തെയും പ്യൂർട്ടോറിക്കോയിലെ സാൻജുവാനെയും ബന്ധിപ്പിക്കുന്ന ത്രികോണാകൃതിയുള്ള അറ്റ്ലാന്റിക് സമുദ്രഭാഗമാണ് ബർമുഡ ട്രയാങ്കിൾ. ബർമുഡയിലെ റോയൽ നേവൽ ഡോക്യാർഡിൽ നിന്ന് ഇംഗ്ലണ്ടിലെ ഫാൽമൗത്തിലേക്ക് 1850 ജനുവരി 31 യാത്ര തിരിച്ച HMS അറ്റ്ലാന്റ എന്ന കപ്പൽ അതിലെ മുഴുവൻ ജോലിക്കാരുമായി അപ്രത്യക്ഷമായി. അറ്റ്ലാന്റയുടെ തിരോധാനം ലോകം അത്ര ഗൗരവത്തിലെടുത്തില്ല. കാരണം അതൊരു പരിശീലന കപ്പലായിരുന്നു. അതുകൊണ്ട് തന്നെ ദുരൂഹത ആർക്കുമെന്ന് തോന്നിയില്ല. പക്ഷേ 1918 മാർച്ച് 14 350 പേരുമായി പോയ USS സൈക്ലോപ്സിന്റെ തിരോധാനം ഏറെ സംശയങ്ങൾക്ക് കാരണമായി. അങ്ങനെ കാണാതായ കപ്പലുകൾക്കൊപ്പം ബർമുഡ ട്രയാങ്കിളിനെ കുറിച്ചുള്ള നിഗൂഢതയും ചർച്ചയായി. 1941 USS നിയോസ് എന്ന കപ്പലും USS പ്രോട്ടിയാസ് എന്ന കപ്പലും അപ്രത്യക്ഷമായി. 1945 US-ന്റെ ഫ്ലൈറ്റ് 19 എന്ന 5 ബോംബർ വിമാനങ്ങൾ ഇതേ സ്ഥലത്ത് വെച്ച് റഡാറിൽ നിന്ന് മാറി. കാണാതായ വിമാനങ്ങളെ അന്വേഷിച്ചു പോയ വിമാനവും കാണാതായതോടെ ബർമുഡ ട്രയാങ്കിൾ ഒരു പേര് സ്വപ്നമായി മാറി. 1880 മുതൽ 75 വിമാനങ്ങളും 100-ലേറെ കപ്പലുകളും 1000-ലധികം മനുഷ്യരും ബർമുഡ ട്രയാങ്കിളിന്റെ ദുരൂഹതയിൽ മറഞ്ഞിട്ടുണ്ട്. നിരവധി വർഷങ്ങൾ നീണ്ട തിരച്ചിൽ നടത്തിയെങ്കിലും കാണാതായ കപ്പലുകളുടെയോ വിമാനങ്ങളുടെയോ അവശിഷ്ടങ്ങളോ കാണാതായവരുടെ മൃതശരീരങ്ങളോ ഒന്നും തന്നെ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. 2020 ഡിസംബറിൽ ബഹാമസിൽ നിന്നും ഫ്ലോറിഡയിലേക്ക് 20 പേരുമായി പോയ യാത്രാ ബോട്ട് ബർമുഡ ട്രയാങ്കിളിൽ വെച്ച് അപ്രത്യക്ഷമായി. ഇതാണ് അവസാനമായി റിപ്പോർട്ട് ചെയ്ത കേസ്. പഠനങ്ങളും ഗവേഷണങ്ങളും ഒരുപാടുണ്ടായെങ്കിലും ബർമുഡ ട്രയാങ്കിളിലെ ദുരൂഹതകളുടെ ചുരുളഴിക്കാൻ ശാസ്ത്രലോകത്തിന് ഇന്നോളം കഴിഞ്ഞിട്ടില്ല. ബർമുഡ ട്രയാങ്കിളിന്റെ രഹസ്യങ്ങളും ദുരൂഹതയും തേടിയുള്ള യാത്ര ഇന്നും തുടരുന്നു.